Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ M.Com മാനേജ്മെന്റ് സയൻസ് എന്ന സബ്ജക്റ്റിന്റെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ളതാണ്. സോ ഈ നെറ്റ്വർക്ക് അനാലിസിസ് ഓർ നെറ്റ്വർക്ക് ടെക്നിക് എന്ന് പറയുകയാണെങ്കിൽ the network analysis means it is the analysis provides techniques for planning, scheduling, controlling, monitoring or coordinating large and complex project which is consist of many activities. ഇതാണ് ഈ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൂടുതലായിട്ട് വരുന്ന പ്രോജക്റ്റ് അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ വന്നിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം, സ്കെഡ്യൂൾ ചെയ്യണം, മോണിറ്റർ ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ഈ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ കോസ്റ്റ് അതേപോലെ തന്നെ ടോട്ടൽ ടൈം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് വന്നിട്ട് ഗിവൺ ടൈം ടോട്ടൽ ടൈം ഉണ്ടാകുമല്ലോ, ആ രണ്ട് ടൈമും തമ്മിലുള്ള ഒരു മിനിമൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ആ പ്രൊജക്ടിന്റെയും കോസ്റ്റിന്റെയും ടൈമിന് ഒരു മിനിമൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഐഡൽ റിസോഴ്സസിൽ മിനിമൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ പ്രൊജക്ട്സ് ഒക്കെ നമുക്ക് ഡിലേ ആകുന്ന സാഹചര്യങ്ങളൊക്കെ വരും, കോൺഫ്ലിക്റ്റ് ഒക്കെ വരും, അതൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലാനിങ്, സ്കെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്രൊജക്ട് നെറ്റ്വർക്ക് അനാലിസിസ് നമുക്ക് കൊണ്ടുവന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നെറ്റ്വർക്ക് ടെക്നിക്സിന്റെ യൂസസ് ആണ്. ഒന്ന് വന്നിട്ട് മാനേജ്മെന്റിന് വന്നിട്ട് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ നമ്പർ ഓഫ് ചെക്സ് അതേപോലെ തന്നെ ഈ സേഫ് ഗാർഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ആ പ്രൊജക്ടിന്. പിന്നെ അതേപോലെ തന്നെ നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ്സിന് വേണ്ടിയിട്ട് അവരുടെ ഗോൾ റീച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കോസ്റ്റ് വന്നിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പ്രൊജക്ട് ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ നെറ്റ്വർക്ക് ടെക്നിക് എന്ന് പറയുന്നത് നമുക്കൊരു ബെറ്റർ മാനേജീരിയൽ കൺട്രോളിന് വേണ്ടിയിട്ടും റിസോഴ്സ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ ടെക്നിക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടൈം സേവിങ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ മണി സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമുക്ക് യൂസസ് ആയിട്ട് വരുന്നത്. ദെൻ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, കൺസ്ട്രക്ഷനിൽ, ബിൽഡിംഗിൽ, അഡ്മിനിസ്ട്രേഷൻ, മാനുഫാക്ചറിംഗ്, അതേപോലെ തന്നെ മെയിൻ്റനൻസ് പ്ലാനിംഗിൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ, ഇൻവെന്ററി പ്ലാനിംഗിൽ, മാർക്കറ്റിംഗിൽ, ഇതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. സോ ഈ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡമ്മി ആക്ടിവിറ്റി നമ്മൾ നോർമലായിട്ട് വിചാരിച്ചു നോക്കി ഈ മാനേജ്മെന്റ് സയൻസിന് ഇവിടെ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു വെക്കുക എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് ഈ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. യൂഷ്വലി എ ജോബ് ഓർ എ ടാസ്ക് റിക്വയർ ടൈം ആൻഡ് കോസ്റ്റ് ബട്ട് ദർ ആർ സർട്ടൻ ആക്ടിവിറ്റി വിച്ച് ഡു നോട്ട് ടേക്ക് ടൈം ഓർ റിസോഴ്സസ്. ദേ ആർ നോൺ ആസ് ഡമ്മി ആക്ടിവിറ്റി. ഓക്കെ, അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ഇപ്പൊ ഒരു ഗോൾഡ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് ചെയ്യുന്ന സമയം തന്നെ ഒരു നമ്മുടെ ഈ കവറിങ് ചെയ്യാനും ആവശ്യം വരുമോ? ഇല്ല അല്ലെ, അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ യൂസ്ഡ് ടു represent a situation where one event can not take place until a previous event has taken place. Although this requires no time or resources, they are used to maintain a proper precedence relation between two events and to denoted ആരോസ് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡമ്മി ആക്ടിവിറ്റിന് നമുക്ക് എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, ദെൻ ഈ ബിയിനെയും സിയിനെയും ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. എ ബിയിനെയും സിയിനെയും ആണ് ഫോളോ ചെയ്യുന്നത്. ദെൻ സോ ഡമ്മി ആക്ട് നെസസറി ടു ടേക്ക് ബി ആൻഡ് സി. ബി സിയും മീറ്റ് ചെയ്യുന്ന പോലെയായിരിക്കും ഡമ്മി ആക്ടിവിറ്റി വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആരോ വിത്ത് ഡിനോട്ട്സ് ദ ഡമ്മി ആക്ടിവിറ്റി, അതായത് ബിയും സിയും എന്നുള്ള ആരോ ആണ് നമ്മുടെ ഡമ്മി ആക്ടിവിറ്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്നത് ഒരു കൊമൻസ് ആണ്. ഓൺലി ആഫ്റ്റർ ഫിനിഷിംഗ് ബിയും സിയും ഫിനിഷ് ചെയ്തതിനു ശേഷം ഡി വരുള്ളൂ. അത് ജസ്റ്റ് കൊമൻസ് ആയിട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം എന്നുള്ളതാണ്. സോ ഈ നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് എ ഗ്രാഫ് ഡ്രോൺ കണക്ടിംഗ് ദ വേരിയസ് ആക്ടിവിറ്റി ആൻഡ് ഇവന്റ് ഓഫ് ദ പ്രൊജക്ട് ഈസ് എ നെറ്റ്വർക്ക് ഡയഗ്രാം. ഓക്കെ, ഒരു വേരിയസ് ആക്ടിവിറ്റിനെ നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് ഈ നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ എല്ലാ ഇവന്റ്സും വന്നിട്ട് റെപ്രസെന്റ് ചെയ്തത് ഒരു സർക്കിൾ രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് ഓരോ ആരോസും കൊടുത്ത് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ആ ഓരോ ആരോസും ഡിനോട്ട് ചെയ്യേണ്ടത് അതിന്റെ സീക്വൻസിനെയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇതിന്റെ റൂൾസ് പറയുന്നുണ്ട്. ഒന്ന് വന്നിട്ട് എല്ലാ ആക്ടിവിറ്റീസും വന്നിട്ട് represented by one and only one arrow in the network. അതായത് ഒരേ ഒരു ആരോ മാത്രമായിരിക്കണം എല്ലാത്തിനും റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു റൂള്. ദെൻ അതേപോലെ തന്നെ
No two activities can be identified by the same head and tail event. അതായത് സെയിം ഹെഡും സെയിം ടെയിലും ഉള്ള ഒരു ഇവന്റിൽ വന്നിട്ട് എഗെയിൻ ആ ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ എക്സെപ്റ്റ് ദ നോട്ട്സ്. നോട്ട്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ സർക്കിൾസിനെയാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ഓഫ് എവറി നോട്ട്സ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ആക്ടിവിറ്റി എങ്കിലും അതിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓൺലി വൺ ആക്ടിവിറ്റി മേ കണക്ട് എനി ടു നോട്ട്സ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ റൂൾസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്ലാക്ക് ആൻഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. സോ ഈ സ്ലാക്ക് എന്ന് പറയുന്നത് ഒരു ഇവന്റ് എന്നുള്ളതാണ് ഈ സ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിനോട്ടഡ് ദ ഫ്ലെക്സിബിലിറ്റി റേഞ്ച് വിത്തിൻ വിച്ച് ആൻ ഇവന്റ് ക്യാൻ ഒക്യൂർ. ദാറ്റ് ഈസ് ദ സ്ലാക്ക് ഓഫ് ആൻ ഇവന്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇയർലിയസ്റ്റ് ഇവന്റ് ടൈം ആൻഡ് ദ ലേറ്റസ്റ്റ് ഇവന്റ് ടൈം. ദാറ്റ് ഇസ് ലാക്ക് ഓഫ് ദ ഇവന്റ്. അതായത് ഇതിന്റെ മുന്നിലുള്ള ഇവന്റ് ടൈമും ഇപ്പോൾ ഉള്ള ഇവന്റ് ടൈമും ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മുടെ ഈ സ്ലാക്ക് എന്ന് പറയുന്നത്. അതൊരു ഇവന്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്ലോട്ട് എന്നുള്ളതാണ്. സോ ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ടൈമുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത്. സോ ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റേഞ്ച് വിത്തിൻ വിച്ച് ആക്ടിവിറ്റി സ്റ്റാർട്ട് ടൈം ഓർ ഫിനിഷ് ടൈം. അതായത് സ്റ്റാർട്ട് ടൈമും ഫിനിഷ് ടൈമും മേ ഫ്ലക്ച്വേറ്റ് വിത്തൗട്ട് അഫക്ടിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്ട് എന്നുള്ളതാണ് ഫ്ലോട്ട്. നമുക്ക് ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്ലോട്ട് ഉണ്ട്, ഫ്രീ ഫ്ലോട്ട് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ഉണ്ട്, ഇന്റർഫിയറിംഗ് ഫ്ലോട്ട് ഉണ്ട്. സോ ഇതിന്റെ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് ദ ടൈം സ്പെൻഡ് ബൈ വിച്ച് ദ സ്റ്റാർട്ടിംഗ് ഓർ ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലൈഡ് വിത്തൗട്ട് ഡിലൈങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്ട്. അതായത് ഒരു ആക്ടിവിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി വന്നിട്ട് എങ്ങനെയാണ് ഡിലൈഡ് ചെയ്യുന്നത്, വിത്തൗട്ട് ഡിലൈങ് ആ പ്രൊജക്ട് നമ്മൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സർട്ടൻ ആക്ടിവിറ്റീസിൽ വന്നിട്ട് ഇറ്റ് വിൽ ബി ഫൗണ്ട് ദാറ്റ് ദർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ടൈം അവൈലബിൾ ആൻഡ് ദ ആക്ച്വൽ ടൈം റിക്വയർഡ് ആക്ടിവിറ്റി. സോ ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ഈ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് LFT മൈനസ് EFT ഓർ LST മൈനസ് EFT എന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ തുടക്കവും എൻഡും ഇത് രണ്ടും തമ്മിലുള്ള ആ ഡിലേയിങ് ടൈം ആണ്. ഓക്കെ, ദെൻ ഫ്രീ ഫ്ലോട്ട് ആണ്. ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫ്ലോട്ട് ആണ് ഈ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് ഡിലേയിങ് എനി സക്സീഡിങ് ആക്ടിവിറ്റി എന്നുള്ളതാണ് ഫ്രീ ഫ്ലോട്ട് പറയുന്നത്. സോ ഈ കൺസെപ്റ്റിലൂടെ പറയുന്നത് ഒരു പോസിബിലിറ്റി ആണ്, ഒരു ഇവന്റ് ഒക്യൂർ ചെയ്യാനുള്ള ഒരു ഇയർലിയസ്റ്റ് ടൈമിൽ ഒക്യൂർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ടൈം ആണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ആക്ടിവിറ്റി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഇയർലിയസ്റ്റ് ടൈം ഫിനിഷ് ആൻഡ് ദ ഇയർലിയസ്റ്റ് ടൈം ടു സക്സീസ് ദ ആക്ടിവിറ്റി എന്നുള്ളതാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ദെൻ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ എക്സസ് ഓഫ് മിനിമം അവൈലബിൾ ടൈം ഓവർ ദ റിക്വയർഡ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ, അതായത് ഈ ഇൻഡിപെൻഡന്റ് സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇന്റർഫിയറിംഗ് ഫ്ലോട്ട് ആണ്. ഇന്റർഫിയറിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ജസ്റ്റ് അനദർ നെയിം given to the head event slack specially in the CPM method. അതായത് CPM മെത്തേഡിൽ ഒരു നെയിം തന്നെ ഈ ഇന്റർഫിയറിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ CPM മെത്തേഡ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ടൈപ്സ് ഓഫ് ഫ്ലോട്ടിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അതായത് CPM എന്ന് പറയുന്നത്. CPM എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ടെക്നിക്കാണ്. സോ ഇത് ഒറിജിനലി ഡിസ്കവേർഡ് ചെയ്തത് ഒരു ഇൻഡസ്ട്രിയൽ സിറ്റുവേഷൻസിൽ കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിങ്, മെയിൻ്റനൻസ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മളൊരു വൈഡ് അക്സെപ്റ്റൻസ് കൂടി കിട്ടിയതാണ്. ഇൻഡസ്ട്രീസിന് വന്നിട്ട് ബ്രിഡ്ജ്, ഡാംസ് എന്നുള്ള കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു അപ്രൂവൽ കിട്ടിയത് കൂടിയാണ് നമ്മുടെ ഈ CPM എന്ന് പറയുന്നത്. സോ ഈ CPM പറയുമ്പോൾ നമ്മൾ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ഈ പ്ലാനിങ് ആക്ടിവിറ്റിയുടെ സീക്വൻസ്, അതേപോലെ തന്നെ സ്കെഡ്യൂളിങ്, ടൈം സ്കെഡ്യൂളിങ് എന്നുള്ളതൊക്കെ, അതേപോലെ തന്നെ കൺട്രോളിങ്ങും പെർഫോമൻസ് ഒരു ആക്ടിവിറ്റിയുടെ, ഇതൊക്കെയാണ് ഈ CPM വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ CPM നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് സ്റ്റെപ്സ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് നമ്മളുടെ ആക്ടിവിറ്റീസ് വന്നിട്ട് ആദ്യം നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് നെറ്റ്വർക്ക് ഡയഗ്രാം ഡ്രോ ചെയ്ത് വെക്കാം. അതിനുശേഷം ഇയർലിയസ്റ്റ് ടൈം ഇവന്റും ലേറ്റസ്റ്റ് ടൈം ഇവന്റും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനൊരു നെറ്റ്വർക്ക് ഡയഗ്രാം ഉണ്ടാക്കുക. ദെൻ നമ്മളുടെ ഇയർലിയസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇയർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക, ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈമും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഫ്ലോട്ട് എന്താന്നുള്ളത് നമ്മൾ ഓരോ ആക്ടിവിറ്റിക്കും നമ്മുടെ ഫ്ലോട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ആ ഡയഗ്രാം, നെറ്റ്വർക്ക് ഡയഗ്രാമിൽ തന്നെ ഡബിൾ ലൈൻസ് വരച്ചിട്ട് അതിനുശേഷം അത് ഓരോ ലൈൻസും എതിലൂടെയാണ് പാസിംഗ് ത്രൂ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടോട്ടൽ പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക്
ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. പെർട്ട് എന്നാണ് പറയുന്നത്. പെർട്ട് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇതിന് മുന്നിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പെർട്ട് എന്ന് പറയുന്നതൊക്കെ. സോ നമ്മുടെ പ്ലാനിങ് കൺട്രോളിംഗ്, പ്രൊജക്ടിന്റെ പ്ലാനിങ് കൺട്രോളിംഗിനൊക്കെയാണ് നമ്മൾ ഈ പെർട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ തന്നെ ഒരു ഈവന്റ്സിനെ കൺസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജോബ് എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ അത് എത്രത്തോളം ആ ഡേറ്റിലൂടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നേ ഫിനിഷ് ചെയ്യുന്നേ എന്നുള്ളതൊക്കെ നോക്കാനാണ് നമ്മളുടെ ഈ പെർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പെർട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രൊജക്റ്റും അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസ് എന്നുള്ള കാര്യങ്ങൾ റെപ്രസെന്റേറ്റ് ചെയ്യാനും ആ പ്രൊജക്റ്റിന്റെ നേച്ചർ എന്താണ് എന്നുള്ളത് അറിയാനും അതിനെ ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾക്ക് വരുന്നത് പെർട്ടും CPM തമ്മിലുള്ള കമ്പാരിസൺ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ പെർട്ട് എന്ന് പറയുന്നത് emphasis ഗിവൻ ഓൺ ഇവന്റ്. ഓക്കെ, ഗിവൻ ഇവന്റിന്റെ ബേസിസിൽ മാത്രമായിരിക്കും. പക്ഷെ നമ്മളുടെ CPM എന്ന് പറയുന്നത് emphasis ഓൺ ഗിവൻ ആക്ടിവിറ്റി ആയിരിക്കും. ഇവൻ ഇത് ആക്ടിവിറ്റി ആണ്. ദെൻ CPM എന്ന് പറയുന്നത് ടൈം എസ്റ്റിമേറ്റഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി ആർ വിത്തിൻ ഫെയർ ഡിഗ്രി ഓഫ് ആക്യുറസിലി ആയിരിക്കും നമ്മളത് CPM ചെയ്യുന്നത്. പക്ഷെ പെർട്ടിൽ വന്നിട്ട് ടൈം എസ്റ്റിമേറ്റഡ് ഓർ നോട്ട് സോ അക്യുറേറ്റ്. ഓക്കെ, അത് അക്യുറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് CPM വരുന്നത് കോസ്റ്റ് ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് പ്രൈം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. ആ ടൈം ഡ്യൂറേഷനും അതായത് സ്റ്റാർട്ടിങ് എൻഡിങ് എന്നുള്ളതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ പെർട്ടിൽ വന്നിട്ട് ആ ടൈമും അതേപോലെ തന്നെ അതിന്റെ കോസ്റ്റ് എന്നുള്ളത് ഡയറക്ട്ലി നമ്മൾ അത്രത്തോളം ഒരു അസ്യൂം ചെയ്ത് അത് കറക്റ്റ് ആവണമെന്നില്ല. അതേപോലെ തന്നെ ഈ റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നത് വന്നിട്ട് അത്രത്തോളം ഒരു മിനിമം റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മുടെ CPM എന്ന് പറയുന്നത് ഡയറക്റ്റ് കൺട്രോളിംഗ് ആണ്. പെർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ടൈം ഇസ് ടു കൺട്രോളിംഗ് ദ ഫാക്ടർ, ഒരു ഫാക്ടർ കൺട്രോളിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ പെർട്ട് എന്ന് പറയുന്ന സമയത്ത് പെർട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രോബിലിസ്റ്റിക് മോഡലാണ്. ഓക്കെ, ഒരു അൺസർട്ടനിറ്റി ആണ്. പക്ഷെ CPM എന്ന് പറയുന്നത് വെൽ നോൺ ആണ് CPM-ൽ. ഓക്കെ, ദെൻ പെർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റിപ്പീറ്റേറ്റീവ് ജോബിലാണ് യൂസ് ചെയ്യുന്നത്. CPM എന്ന് പറയുന്നത് നോൺ റിപ്പീറ്റേറ്റീവ് ജോബിലാണ് CPM നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ പെർട്ട് എന്ന് പറയുന്നത് ഫോർ പ്ലാനിങ് ആൻഡ് സ്കെഡ്യൂളിംഗിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലാനിങ്, സ്കെഡ്യൂളിംഗ്, റിസർച്ച് ഇതിലൊക്കെയാണ് നമ്മൾ പെർട്ട് യൂസ് ചെയ്യുന്നത്. CPM എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻസ്, ബിസിനസ് പ്രോബ്ലത്തിന്റെ കൺസ്ട്രക്ഷൻസ് എന്നുള്ളതിലേക്കാണ് നമ്മൾ CPM യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് രണ്ടിന്റെയും അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനേജ്മെന്റിന് വന്നിട്ട് ഓരോ കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്യാനും കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബെസ്റ്റ് വേ ഓഫ് പ്ലാനിങ് ആൻഡ് സ്കെഡ്യൂളിംഗ് ദ പ്രോജക്ട്. ദെൻ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസും ഡ്യൂറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ഏരിയാസ് എന്താണ് എന്നുള്ളതും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ഒരു ന്യൂ സ്കെഡ്യൂൾ തന്നെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ പ്രൊജക്ട് വന്നിട്ട് ഡിലേ ആവാതിരിക്കാനായിട്ടുള്ള മാക്സിമം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒരു റിയലിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പോസിബിൾ അല്ല. then അതേപോലെ തന്നെ ഒരു ലോജിക് സെറ്റ് ചെയ്യണം എന്നുള്ളതും അത്രത്തോളം പോസിബിൾ അല്ല. പിന്നെ ലെവൽ ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്തില്ല എന്നാണെങ്കിൽ അത് സ്പോയിൽ ആകും പോകും. അതേപോലെ തന്നെ അതിന്റെ ജഡ്ജ്മെന്റ്സും എക്സ്പീരിയൻസും എല്ലാം സ്പോയിലാണ്. പിന്നെ വന്നിട്ട് ട്രെയിൻഡ് പേഴ്സണൽസ് ആയിരിക്കണം ഇവരുടെ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനെ കുറിച്ച് അറിയാത്ത ഒരാൾക്കാർ ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തം കുളമാകും. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.